എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയ വർഗ സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് 40-ലെ 2ാമത്തെ ചോദ്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിച്ചിട്ട് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എന്താണ്? x + y ഹോൾ സ്ക്വയർ ഈക്വൽസ് x square plus y square plus 2x. ഇവിടെ എക്സും വൈക്കും എക്സിനും വൈക്കും ഏത് വിലകൾ വേണമെങ്കിലും കൊടുക്കാം. 1, 2, 3, 1, 2, 3, 4 ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ എക്സ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് വൈക്ക് ഞാൻ 1 കൊടുക്കും. വൈക്ക് 1 കൊടുക്കും. എക്സ് അതുപോലെ നിലനിർത്തുന്നു. അപ്പൊ ഇതെന്തായിട്ട് മാറും? x + 1 ഹോൾ സ്ക്വയർ എന്ന് മാറും. എത്രയായിട്ട് മാറും? x + 1 ഹോൾ സ്ക്വയർ. ഞാനിവിടെ x + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പം x സ്ക്വയർ പ്ലസ് വൈക്ക് വരെ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 1. x സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 1 സമം x സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 1 എന്താ വരും? 2x എന്ന് വരും. എന്താ വരും? 2x എന്ന് വരും. അപ്പൊ ഞാനിത് ശരിയായ ക്രമത്തിൽ എഴുതുകയാണ്. ഈ 2xന് ഇപ്പുറത്ത് രണ്ടാമത്തെ പദമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പം x + 1 ഹോൾ സ്ക്വയർ എന്താ കിട്ടി? x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പൊ എക്സ് ഏത് പദമായാലും x + 1 ഹോൾ സ്ക്വയർ ഇത് കിട്ടും x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇനി വൈക്ക് ഞാൻ 2 കൊടുത്താലോ എനിക്ക് എന്തായിരിക്കും കിട്ടുക? ഇനി ഞാൻ വൈക്ക് 2 കൊടുക്കണം. അപ്പൊ വൈക്ക് 2 കൊടുത്താല് എക്സ് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. x + 2 ഹോൾ സ്ക്വയർ സമം x സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 2. എത്ര കിട്ടും? x സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ എത്ര? 4 പ്ലസ് ഈ 2 4x സമം x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. അതുപോലെ വൈക്ക് അര ഏത് സംഖ്യകൾ വേണമെങ്കിലും കൊടുക്കാം. ഭിന്നസംഖ്യ അല്ലാത്തതോ ദശാംശമോ ഏത് സംഖ്യ വേണമെങ്കിലും കൊടുക്കാം. അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 22 സ്ക്വയർ സമം നമുക്ക് 22നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 20 + 2 ഹോൾ സ്ക്വയർ സമം x 2. വൈക്ക് 2 കൊടുത്തു. എക്സിന്റെ സ്ഥാനത്ത് 20 കൊടുത്തു. അപ്പം x സ്ക്വയർ 20 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു x അതിൽ നമ്മൾ ഇപ്പൊ എഴുതിയത് ഐഡന്റിറ്റി 4 ഇൻറ്റു 20 പ്ലസ് 4. 20ന്റെ സ്ക്വയർ എത്ര വരും? 20 20 × 20 400 പ്ലസ് 4 ഇൻറ്റു 20 80 പ്ലസ് 4 എത്ര കിട്ടും? 484 എന്ന് കിട്ടും. 484. ഇനി അടുത്ത ചോദ്യം 52 സ്ക്വയർ എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം 52 സ്ക്വയർ എത്രയാണ്? 52നെ നമുക്ക് എങ്ങനെ എഴുതാം? 50 + 2 അവിടെ 2 ആണ് വരുന്നത്. 52 സ്ക്വയർ സമം 50 + 2 ഹോൾ സ്ക്വയർ. 50 + 2 ഹോൾ സ്ക്വയർ. അപ്പം ഇവിടെ x + 2 ഹോൾ സ്ക്വയറിന്റെ ഐഡന്റിറ്റി. അപ്പം 50ന്റെ സ്ക്വയർ പ്ലസ് 4x x സ്ക്വയർ പ്ലസ് 4x x എന്ന് പറയുന്ന 50 പ്ലസ് 4. 50ന്റെ സ്ക്വയർ 2500 പ്ലസ് 4 ഇൻറ്റു 50 200 പ്ലസ് 4 2500
2704 2704 ഇതാണ് 52ന്റെ സ്ക്വയർ. രണ്ടാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ പാർട്ട്. 25 സ്ക്വയർ 625 ആണ്. 27 സ്ക്വയർ എത്രയാണ്? അപ്പൊ ഇവിടെ 25 വന്നിട്ടുള്ളതുകൊണ്ട് 27 നമുക്ക് ഇങ്ങനെ ആക്കാം, 25 പ്ലസ് 2. അപ്പൊ 27 സ്ക്വയർ സമം 25 പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം എന്താണ് നമ്മുടെ ഐഡന്റിറ്റി? എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 25. അപ്പൊ 25 സ്ക്വയർ പ്ലസ് 4x. അപ്പൊ 4 ഇൻറ്റു 25 പ്ലസ് 4. 25ന്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 625. 25 4 100 പ്ലസ് 4. 625ഉം 100ഉം 725ഉം 4ഉം 729. കുറെ കാര്യങ്ങൾ മനക്കണക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ചോദ്യം, പേജ് 40 മൂന്നാമത്തെ ചോദ്യം. 43 സ്ക്വയർ സമം 1849 ആണ് എങ്കിൽ 44 സ്ക്വയർ എത്ര? 46 സ്ക്വയർ. അപ്പൊ 43 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 44 നമുക്ക് എങ്ങനെ ഘടകമാക്കാം? 43 പ്ലസ് 1. അങ്ങനെ 43 പ്ലസ് 1. നമ്മുടെ ആദ്യം ഐഡന്റിറ്റി ചെയ്താൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇവിടെ 43 പ്ലസ് 1. അപ്പൊ എക്സ് പ്ലസ് 1ന്റെ ഐഡന്റിറ്റി ഇവിടെ ഏതാ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ്. നമുക്കിനി 44 സ്ക്വയറിന് എങ്ങനെ ആക്കാം? 43 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ രൂപമായി അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ 43 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 43 എക്സ് 43 പ്ലസ് 1 സമം 43ന്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 1849. പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. 2 ഇൻറ്റു 43 എത്ര? 3 2 6 4 2 8 86 പ്ലസ് 1. ഇത് കൂട്ടുമ്പോൾ നമുക്ക് എത്രയായിരുന്നു? 1849ഉം 86 1 87 16 ഇഷ്ടം 1 13 ഇഷ്ടം 1 18 1 19 1930. അപ്പം 1936 ആണ് നമുക്ക് 44ന്റെ സ്ക്വയർ ആയിട്ട് കിട്ടിയത്. ഇനി 46ന്റെ സ്ക്വയർ. ഇനി 44 കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് 46ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 44 പ്ലസ് 2. എന്താണ്? 44 പ്ലസ് 2. 44 46 സ്ക്വയർ സമം 44 പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പൊ നേരത്തെ പഠിച്ച നമ്മൾ 2ന്റെ ഇവിടെ വരും അല്ലേ? എക്സ് പ്ലസ് 1ന് പകരം എക്സ് പ്ലസ് 2 വരും. എക്സ് പ്ലസ് 2ന്റെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. എക്സിന്റെ സ്ഥാനത്ത് 44 4x 4 ഇൻറ്റു എക്സ് എത്ര? 44 പ്ലസ് 4 എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്നാണ് കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചത്. ഇതിപ്പോ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ 2 ഇവിടെ 4 വരും. 4x പ്ലസ് 4. 44ന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട് 1936. ഇത് എത്ര വരും? 4 16
ശിഷ്ടം 1 4 16 1 17 പ്ലസ് 4 1936 76 176 4 180. ഇത് കൂട്ടുമ്പോൾ നമുക്ക് എത്രയായിരുന്നു? 1936 കൂടെ 180 കൂടെ കൂട്ടുന്നു. 6 3 11 ശിഷ്ടം 1 20 21 2116 ഉണ്ടോ? അപ്പൊ 2116 നമുക്ക് കിട്ടിയത്. ഇതാണ് 2 ചോദ്യങ്ങള് പേജ് 40-ലുള്ളത്. അപ്പൊ ഈ എക്സസൈസ് തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പോർഷനുമായിട്ട് വരുന്നതായിരിക്കും. Till then, bye. Okay.